ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ടേക്ക് സ്വാഗതം. ഇന്ന് എൻ്റെ കുറച്ച് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനാണ് ഞാൻ വന്നേക്കുന്നത്. അതായത് ഒരു ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് കേട്ടോ. അതായത് കറൻ്റ്ലി ഞാനിപ്പം ഡ്രൈവിംഗ് ലേൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ടു വീലറും ഫോർ വീലറും ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇന്ന് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് എൻ്റെ ഫസ്റ്റ് ഡ്രൈവിംഗ് എക്സ്പീരിയൻസും അതുപോലെ തന്നെ ഇപ്പം ഞാനൊരു 15 ക്ലാസ്സിൻ്റെ മേലെ കാറ് ഫോർ വീലർ പഠിച്ചിട്ടുണ്ട്. 15 ക്ലാസ് കഴിഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ. അപ്പം അതിന് മേലെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടുന്ന് ഇവിടുത്തെ വരെയുള്ള എൻ്റെ ഒരു എക്സ്പീരിയൻസ്, അതുപോലെ തന്നെ നമ്മുടെ ഡ്രൈവിംഗ് സ്കൂളുകാരിൽ നിന്ന് നമുക്കുണ്ടായ എക്സ്പീരിയൻസ്, ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഷെയർ ചെയ്യുന്നത്. ഇത് തീർച്ചയായും നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കണം എന്നെനിക്ക് തോന്നാൻ കാരണം വേറൊന്നല്ല, എന്നെപ്പോലെ ഒരുപാട് പേര് ഡ്രൈവിങ്ങിനെ ഭയന്ന് നിൽക്കുന്ന ആൾക്കാരുണ്ടാവും. ഞാൻ അങ്ങനെ തന്നെയായിരുന്നു. സ്റ്റാർട്ടിങ്ങിൽ എനിക്ക് ഭയങ്കര പേടിയുള്ള ഒരു കാര്യമായിരുന്നു ഈ ഡ്രൈവിങ് പഠിക്കുക. പഠിക്കുക നമ്മൾ പേടി കൊണ്ട് മീൻസ് എനിക്കൊരു കോൺഫിഡൻസ് കുറവായിരുന്നു. ഏറ്റവും കൂടുതൽ പേടിയല്ല, കോൺഫിഡൻസ് കുറവ് മീൻസ് ഞാൻ ഭയങ്കര ഹൈറ്റ് കുറഞ്ഞ ഒരു വ്യക്തിയാണ്. അപ്പോൾ എൻ്റെ മെയിനായിട്ടുള്ള എൻ്റെ പേടിയെന്ന് വെച്ചാൽ ഇപ്പോൾ ടു വീലർ എടുക്കുമ്പോൾ നമുക്ക് എന്താ പറയുക, വണ്ടിയിൽ കാലെത്തത്തില്ലേ, വണ്ടിയെ നമുക്ക് പൊങ്ങത്തില്ല, അങ്ങനത്തെ ഉള്ള ഒരുപാട് ഇത് നമുക്ക് ഉണ്ടാവില്ല. ഹൈറ്റ് കുറഞ്ഞ ആളാകുമ്പോൾ തീർച്ചയായും അതുണ്ടാവും. ഒരുപാട് പേര് അങ്ങനെ ബാക്കടിച്ച് മാറി നിൽക്കുന്നതായിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർ മാറി നിൽക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ ഞാൻ ഷെയർ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ കാറിൽ ഫോർ വീലറിൽ ഇരിക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ വിചാരിക്കും ഹൈറ്റ് കുറഞ്ഞതുകൊണ്ട് നമുക്ക് ഫ്രണ്ട് റോഡ് കാണത്തില്ലേ, അങ്ങനെ ഒരുപാട് ഡൗട്ട് കൊണ്ട് എന്താ പറയുക, ഞാനിത് ഡ്രൈവിങ് പഠിക്കുന്നില്ല. ഡ്രൈവിങ് പഠിക്കണം ചിലപ്പോൾ അതിയായ ആഗ്രഹം ഉണ്ടാകും. പക്ഷേങ്കിൽ ഈ ഒരു കുറവുകളൊക്കെ കൊണ്ട് നമ്മുടെ ആഗ്രഹം നമ്മൾ മാറ്റി വെച്ചേക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ മാറി നിൽക്കുന്നവർ തീർച്ചയായും എൻ്റെ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണണം എന്നാട്ടോ ഞാൻ പറയാം. ഞാൻ ഡ്രൈവിംഗ് പഠിക്കണമെന്ന് എന്നെക്കാൾ കൂടുതൽ എൻ്റെ അച്ഛനും എൻ്റെ ഹസ്ബൻഡിനാണ് ആഗ്രഹം. എനിക്ക് ആഗ്രഹം ഉണ്ടെങ്കിലും ഈ ഒരു പേടിയുള്ളത് കൊണ്ട് തന്നെ, ഒരു കോൺഫിഡൻസ് കുറവുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് ബാക്കടിച്ച് നിന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവർ രണ്ടാളും പറഞ്ഞ് ഒരു കല്യാണത്തിനൊക്കെ മുന്നേ തന്നെ എൻ്റെ അച്ഛൻ എന്നെ ഡ്രൈവിംഗ് ക്ലാസ്സിന് കൊണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇതും എടുക്കാൻ വേണ്ടി, അതായത് ഫോർ വീലറും ടു വീലറും എടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷേങ്കിൽ അന്നത് സാധിച്ചില്ല. അതായത് ഫോർ വീലർ പഠിപ്പിക്കുന്ന വിധം കണ്ടിട്ട് ഞാൻ മാറി നിന്നതാട്ടോ. എന്നിട്ട് ടു വീലർ മാത്രം പഠിക്കുക എന്നുള്ളതിൽ ടു വീലർ എടുത്ത് നമ്മൾ ടെസ്റ്റിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. നമുക്കന്ന് തോട്ടടയാണ് പോകേണ്ടത് ടെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം അന്ന് ആ ഡ്രൈവിംഗ് സ്കൂളുകാരുടെ ഒരു ഫോൾട്ട്, അവരത് പേപ്പർ വെച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ടൊരു ഫോൾട്ട് ഉള്ളത് കൊണ്ട് നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല ലൈസൻസ്. പിന്നെ ലേണേഴ്സ് 6 മാസമാണല്ലോ അതിൻ്റെ കാലാവധി. പിന്നെ ഒരു 3 ദിവസം ബാക്കി നിൽക്കുകയാണ് നമ്മുടെ ലേണേഴ്സിൻ്റെ ഡേറ്റ് തീരാനുള്ളത്. അതുകൊണ്ട് ആ നിർഭാഗ്യവശാൽ എനിക്ക് അന്നത് എടുക്കാൻ വേണ്ടി പറ്റില്ല. പിന്നെ ഞാൻ അതിന് മെനക്കെട്ടിട്ടില്ല. കാറും കൂടെ പഠിക്കാൻ വേണ്ടിയിട്ടാണ് വിട്ടിട്ടുണ്ടായത്. പക്ഷേ അവിടുത്തെ പഠിപ്പിക്കുന്ന ഒരു രീതി എന്ന് വെച്ചാൽ അത്രയും ഷൗട്ട് ചെയ്തിട്ടാണ് അവർ പഠിപ്പിക്കുന്നുണ്ടായത്. എവിടെയാണ് സ്ഥലം എന്നുള്ളതൊന്നും ഞാൻ പറയുന്നില്ല. അതൊരു കുറേ വർഷങ്ങൾക്ക് മുന്നേ ആണ്, ഒരു 5 വർഷങ്ങൾക്കൊക്കെ മുന്നേ ആണത്. ആ സമയത്ത് അത് അങ്ങേ ഭാഗത്താണ്, എൻ്റെ നാട്ടിൽ അങ്ങോട്ടേക്കാണ്. അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ. അന്ന് ഞാൻ ബാക്കടിച്ചതിൻ്റെ കാര്യമാണ് ഞാനിപ്പോൾ പറയുന്നത്. കാറ് പഠിക്കാതെ മീൻസ് അവരത് പഠിപ്പിക്കുന്ന രീതി കണ്ടിട്ട് ഞാൻ ഇത് പഠിക്കൂല എന്നുള്ള രീതി, കാരണം അവർ നന്നായിട്ട് ഷൗട്ട് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കണ്ടിട്ട് ഞാൻ ബാക്കടിച്ച ഒരാളാണ്. പിന്നെ ഇതിപ്പോൾ വീണ്ടും ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എവിടെയാണ് പഠിക്കുന്നതെന്നൊക്കെ ഉള്ളത് ഞാനിപ്പോൾ വഴിയെ പറഞ്ഞുതരാം. ഡ്രൈവിംഗ് പഠിക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നവർ ഫസ്റ്റിൽ തന്നെ നല്ലൊരു സ്കൂളാണ് കേട്ടോ നോക്കേണ്ടത്. നല്ലൊരു സ്കൂൾ നിങ്ങൾ ചൂസ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. കാരണം നമ്മളെന്ന് വെച്ചാൽ ABCD അറിയാതെ പോകുന്നവരായിരിക്കും വണ്ടീനെ കുറിച്ചായാലും. അപ്പോൾ ഈ ഡ്രൈവിംഗ് സ്കൂളുകാരുടെ ട്രെയിനിങ് നമുക്ക് അത്രത്തോളം നല്ലതാണെങ്കിൽ നമുക്ക് എന്താ പറയുക, നമുക്ക് അത്രയും ആശ്വാസമായിരിക്കുമല്ലേ. അപ്പോൾ എനിക്കിപ്പോൾ കിട്ടിയത് വളരെ വളരെ നല്ലൊരു സ്കൂളാണ്. പഴശ്ശിരാജ എന്നാണ്. ഞാനതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഇവിടെ സൈഡിൽ കൊടുക്കുന്നതായിരിക്കും. അവിടുത്തെ 2 ട്രെയിനേഴ്സ്, അതായത് വിജിത്ത് മാസ്റ്റർ നവനീത് മാസ്റ്റർ, ഇവരെടുത്ത് പറയേണ്ട ഒരു ഇതാണ്. ഇവരെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റ് പല സ്കൂളിനെ അപേക്ഷിച്ച് ഇവർ നമ്മളോട് ഭയങ്കര ഫ്രണ്ട്ലി ആണ്. നമ്മൾ എത്ര തെറ്റിച്ച് കഴിഞ്ഞാലും അവർ പിന്നെയും നമുക്ക് സാവധാനം പറഞ്ഞ് മനസ്സിലാക്കി നമ്മളെ തലയിൽ കയറുന്നത് വരെ അവരത് പറഞ്ഞു തരും. അതാണ് അവരുടെ ഒരു ബെസ്റ്റ് ക്വാളിറ്റി എന്നുള്ളത് എനിക്ക് പറയാനുള്ളത്. എത്ര തെറ്റിക്കഴിഞ്ഞാലും അവർ പിന്നെ നമുക്ക് മനസ്സിലാവുന്നത് വരെ നമുക്കത് പറഞ്ഞു തരും കേട്ടോ. അപ്പം അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇതിപ്പോൾ ഞാൻ എടുത്തു പറയാൻ വേണ്ടിയിട്ട് റീസൺ വേറെ ഒന്നല്ല, എൻ്റെ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് അങ്ങനെയൊക്കെയുള്ള കുറച്ച് പേരുടെ അനുഭവങ്ങൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. നമ്മളൊക്കെ ഡ്രൈവിംഗ് പഠിക്കാൻ വേണ്ടി പോയപ്പം എന്താ പറയുക, അവിടെ നിന്ന് ഒന്നിക്കലും മര്യാദയ്ക്ക് പഠിപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ പെട്ടെന്ന് ഷൗട്ട് ചെയ്യുന്ന സമയത്ത് എന്താ, നമ്മൾ ഈ ABCD അറിയാത്തവരെ പോകുന്നവരാണല്ലോ. അപ്പോൾ കാറിലിരിക്കുന്ന നമ്മൾ പെട്ടെന്ന് പാനിക്കാവും. അപ്പോൾ അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ പാതി വഴിയിൽ വെച്ച് ഡ്രൈവിങ് പഠിക്കാണ്ട് വന്നവർ അങ്ങനെയുള്ളവരൊക്കെ എന്നോട് എക്സ്പീരിയൻസ് ഷെയർ ചെയ്തിട്ടുണ്ട്, അവരുടെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്.
അപ്പം അത് വെച്ച് ഞാൻ ഇവിടെ നോക്കുമ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ ഭയന്നിട്ട് തന്നെയാണ് കേട്ടോ പോയത്. ഒന്നാമത് പിന്നെ ഡ്രൈവിംഗ് പഠിക്കാൻ വേണ്ടിയിട്ട് പോകാൻ എനിക്ക് ഞാൻ ആദ്യം പറഞ്ഞു പഠിപ്പിക്കുന്ന രീതി കണ്ടിട്ടാണ് ഞാൻ കാറിൻ്റെ ഇത് നോക്കാതെയെന്ന് പറഞ്ഞു. പക്ഷെ ഇവിടെ വന്നപ്പം ഭയങ്കര കൂളായിട്ട് അവർ നമ്മൾക്ക് എന്താ പറയുക, ഒരു 1ാം ക്ലാസ്സിൽ കുട്ടി പോകുന്ന പോലെ തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും വളരെ കൂളായിട്ട് ഇരുന്നിട്ട് അവർ പറഞ്ഞു തരുമ്പം തന്നെ നമുക്ക് എന്താ പറയുക, പെട്ടെന്നൊന്നും അങ്ങനെ മനസ്സിലായില്ലെങ്കിലും അവർ എത്ര വട്ടം വേണമെങ്കിലും പറഞ്ഞ് നമ്മളെ മനസ്സിലാക്കി തരും കേട്ടോ. അത് അവരുടെ ഒരു ബെസ്റ്റ് ക്വാളിറ്റിയാണ്. അപ്പോൾ അത് തന്നെയാണ് മെയിനായിട്ട് നമുക്ക് 2 നല്ല അടിപൊളി ട്രെയിനേഴ്സിനെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ചില ആൾക്കാർക്ക് ഭയങ്കര ഒരു അഹങ്കാരമായിരിക്കും. അതായത് ചില ഡ്രൈവിംഗ് സ്കൂളുകാർ അവർ വിചാരിച്ച പോലെ മറ്റുള്ളവർ പഠിക്കണം എന്നുള്ള ആ ഒരു രീതിയായിരിക്കും. അതായത് അവർ നിശ്ചയിച്ചൊരു സമയമുണ്ടാകും, ആ സമയത്തിനുള്ളിൽ ഇവർ പഠിക്കണം. അന്ന് പഠിക്കാതെ പറ്റാതെ വരുമ്പം എന്താ പറയുക, ഭയങ്കര ഷൗട്ട് ചെയ്യലും കാര്യങ്ങളും അങ്ങനെയൊക്കെ ആയിരിക്കും. അവർക്ക് എന്തോ ഒരു അഹങ്കാരം പോലെയൊക്കെ ചിലവർ പറഞ്ഞിട്ടുണ്ട്. ഭയങ്കര അഹങ്കാരമാണെന്നൊക്കെ ചില ആൾക്കാർ ചില ഡ്രൈവിംഗ് സ്കൂളുകാരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവരെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള ആൾക്കാരാണ് ഇവർക്ക്. പിന്നെ നമ്മളിപ്പോൾ ഒരു ഇതിലേക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മളോട് അവർ ഭയങ്കര സീരിയസ് ആയിട്ട് സംസാരിക്കുന്നെങ്കിൽ നമ്മൾക്ക് ഭയങ്കര ടെൻഷനായിരിക്കും. എന്തെങ്കിലും ചെറിയൊരു തെറ്റ് വരുമ്പോൾ തന്നെ നമുക്ക് അവരോട് എന്തെങ്കിലും സംശയിച്ച് വെക്കാനൊക്കെ നമുക്ക് ഭയമായിരിക്കും. പക്ഷെ ഇവരെന്ന് വെച്ചാൽ നല്ല ഫ്രണ്ട്ലിയാണ്. നമുക്ക് എന്ത് പൊട്ടത്തരം വേണമെങ്കിലും അവരോട് ചോദിക്കുക, അവരത് എന്താ പറയുക കൃത്യമായിട്ട് അതിൻ്റെ ഉത്തരം നമുക്ക് കറക്റ്റ് ചെയ്ത് തരുന്നതായിരിക്കും. അത് തന്നെയാണ് വേണ്ടത്. നമ്മളിപ്പം എന്താ പറയുക അത്രയും ഫ്രണ്ട്ലി ആയിട്ട് ഇടപെടുക എന്നുള്ളത്. നിങ്ങൾ തെറ്റ് വരുമ്പോൾ അവർ നമ്മളെ എന്താ പറയുക പറഞ്ഞു തരും. അതാണ് അതിൻ്റെ ഒരു ഇത്. നല്ല ഫ്രണ്ട്ലി ആയിട്ട് ഇരിക്കുക എന്നുള്ളതാകുമ്പോൾ നമുക്കും കുറച്ചും കൂടി ഒരു കംഫർട്ടായിരിക്കും. അപ്പോൾ ഇവർ 2 പേരും എടുത്ത് പറയേണ്ടതാണ് നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള 2 ആൾക്കാരാണ്. അപ്പോൾ അതൊക്കെയാണ് കേട്ടോ. വേറെ എന്താ ഞാൻ പറയാം. പിന്നെ ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ എടുക്കുന്നതും മറ്റൊരു കുട്ടി എടുക്കുന്ന വീഡിയോ ഞാൻ ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. എച്ച് ട്രാക്കിലോട്ട് പോകുന്നത് നമ്മൾ എങ്ങനെയാണ് എച്ച് എടുക്കേണ്ടതെന്നൊക്കെ ഉള്ളത് കേട്ടോ. അപ്പോൾ ഫസ്റ്റിൽ പോകുമ്പോൾ തന്നെ എനിക്ക് വണ്ടി എങ്ങനെ ഞാൻ വിചാരിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഒരു സ്ഥലത്തു നിന്ന് ഒരു ജംഗ്ഷനിലേക്ക് പോലും വണ്ടി എടുത്ത് പോകില്ല എന്നായിരുന്നു എൻ്റെ ഒരിത്. പക്ഷെ അവിടെ ആ ഒരു കൃത്യമായൊരു ട്രെയിനിങ്ങും ഉണ്ട്. എന്താ പറയുക, എനിക്കിപ്പോൾ നല്ല കോൺഫിഡൻസ് ഉണ്ട് വണ്ടി എടുക്കാൻ വേണ്ടി. പേടി അങ്ങനത്തെ ഒന്നുമില്ല. അതാണ് നമ്മൾ ഒരു കോൺഫിഡൻസ് ഫസ്റ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് കേട്ടോ. പിന്നെ നമ്മളെന്തായാലും ഞാനിപ്പം പഠിച്ച് ഒരു 15 ക്ലാസ്സിന് മേലെ ആയിട്ടുണ്ട്. ഇപ്പം ഞാൻ നിരത്തിലിറക്കാൻ വേണ്ടിയിട്ട് എനിക്ക് പേടി ഉണ്ടോ എന്ന് ചോദിച്ചാൽ പേടി ഇല്ലാതൊന്നുമില്ല. എന്നാലും നമ്മളങ്ങനെയാണല്ലോ, നമ്മൾ പെട്ടെന്ന് തന്നെ റോഡുമായിട്ട് നമ്മൾ കൈകാര്യം ചെയ്യാൻ വേണ്ടി നമുക്ക് പെട്ടെന്ന് പറ്റത്തില്ല. നമ്മളിനി ഓടിച്ചോടിച്ച് പോകെ മാത്രമേ അത് ശരിയാവും. അതവർ പറഞ്ഞിട്ടുണ്ട്. ഇനി പോകെ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു പേടിയും കാര്യങ്ങളൊക്കെ മാറും. കണ്ടിന്യൂസ് ആയിട്ട് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുക. അതായത് ഒരു വലിയ ഗ്യാപ്പ് ഇട്ടിട്ട് എടുക്കാൻ വേണ്ടി നിൽക്കരുത്. അതാണ് അതിൻ്റെ ഒരു ഇത്. നമുക്ക് ആ ഒരു പേടി, വണ്ടിയോടും റോഡിനോടും ഒക്കെയുള്ള പേടി നമ്മൾ മാറ്റിയെടുക്കുക എന്നുള്ളതാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ വേറെ കാര്യം ഞാൻ പറയാം. എനിക്ക് ഈ 2 വീലർ പണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ MIT ആ സാധനത്തിലായിരുന്നു. അതായത് എക്സൽ, TVS ആ ഒരു സംഭവമില്ല, അതിലേക്കാണല്ലോ എടുക്കുന്നത്. ഇപ്പം ഗിയർ വണ്ടിയിലാണ് എടുക്കുന്നത്, ബൈക്കിലാണ് എടുക്കുന്നത്. അപ്പം ഞാനെന്ന് വെച്ചാൽ എനിക്ക് കാലത്തൂല എന്ന് പറഞ്ഞിട്ട് ഞാൻ ബാക്ക് അടിച്ച് നിന്ന ഒരാളാണ്. അവർ അതിനും നല്ല രീതിക്ക് കോൺഫിഡൻസ് നമുക്ക് തന്നിട്ടുണ്ട്. എത്തും അതിൻ്റെ കറക്റ്റ് കാര്യങ്ങൾ. ഇപ്പം ഞാൻ ബൈക്ക് എന്താ പറയുക എത്തൂല എന്ന് പറഞ്ഞ് ഞാൻ തന്നെ ബൈക്ക് അത്യാവശ്യം എടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പം അതിൻ്റെ ക്ലാസ് എനിക്ക് അത്രേ കഴിഞ്ഞുള്ളൂ. അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ വഴിയെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഈ ഡ്രൈവിംഗ് സ്കൂൾ എന്ന് വെച്ചാൽ അത്രയും പക്കയാണ്. നല്ല അടിപൊളി എന്താ പറയുക ഒരു ഡ്രൈവിംഗ് സ്കൂൾ തന്നെയാണ്, പഴശ്ശിരാജ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കാം. അപ്പോൾ ഇവരെ കോൺടാക്ട് നമ്പർ ഞാനിവിടെ കൊടുക്കാം. ഇവിടെ അടുത്തൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും അവരെ സമീപിക്കുക. അത്രയും നല്ലൊരു ക്ലാസ് ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഷെയർ ചെയ്തത്. അപ്പോൾ നമുക്കൊട്ടും ഇഷ്ടമല്ല, നമ്മളെ അവർ ഭയങ്കര എന്താ പറയുക ഷൗട്ട് ചെയ്യുന്നുണ്ട്, അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് വീഡിയോ എടുക്കാനൊന്നും തോന്നത്തില്ല. ഇവർ ജെന്യൂൻ ആയിട്ടുള്ള 2 ആൾക്കാരാണ്, പക്ക ജെന്യൂൻ ആയിട്ടുള്ള 2 ആൾക്കാരാണ് കേട്ടോ. നല്ല ക്യാരക്ടറാണ്. അതുപോലെ തന്നെ എല്ലാം അവർ പഠിപ്പിക്കുന്ന രീതിയാണ് സൂപ്പറായിട്ടുള്ളത്. അപ്പോൾ കോൺടാക്റ്റ് ചെയ്യണമെന്നുള്ളവർ തീർച്ചയായും കോൺടാക്റ്റ് ചെയ്യുക. ഞാനിവിടെ സൈഡിൽ അവരുടെ ഡീറ്റെയിൽസ് കൊടുക്കുന്നതായിരിക്കും. അപ്പം തന്നെ ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ട് അതിന് ശേഷം വീഡിയോ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതിന് അടുത്തുള്ളവരൊക്കെ ആണെങ്കിൽ ഇവിടെ സമീപിക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നേരത്തെ പറഞ്ഞ പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ഇപ്പോൾ പുതിയൊരു ഓപ്ഷനും കൂടെ വന്നിട്ടുണ്ട്. കമൻറ്റിൻ്റെ തൊട്ടിപ്പുറത്ത് ഒന്ന് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. തീർച്ചയായും നിങ്ങളത് ക്ലിക്ക് ചെയ്യുക. നമ്മുടെ വീഡിയോക്ക് ഒരു സപ്പോർട്ട് ചെയ്യുക കേട്ടോ.